നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇരുവശത്തും തേയിലത്തോട്ടത്തിന്റെ പച്ചപ്പ്. ഇനി എന്ത് ചെയ്യും? നമ്മൾ വന്ന വഴിയിൽ ഒരു ചെറിയ കട പോലും കണ്ടില്ല. പിന്നല്ലേ പഞ്ചറൊട്ടിക്കുന്ന സ്ഥലം. സാറേ, അത് ഇവിടുന്ന് കുറച്ചുകൂടെ പോയി കഴിഞ്ഞാലേ കടകളൊക്കെ ഉണ്ട്. അല്ല, സ്റ്റെപ്പിനി ഒന്നുമില്ലേ? സ്റ്റെപ്പിനി ഇല്ല, അതല്ലേ ടാസ്ക്. ഷോ, ഇനിയിപ്പൊ എന്ത് ചെയ്യും? എനിക്ക് എന്റെ വീട്ടിൽ ചോദിക്കാനും പറയാനൊക്കെ ആൾക്കാരുണ്ട്. അപരിചിതനായ ഒരു പുരുഷനുമായിട്ട് ഇവിടെ മലമുകളിൽ പെട്ടുപോയി എന്നറിഞ്ഞ എന്തൊക്കെ പുകിലുണ്ടാവൂന്ന് അറിയോ? ആര് പറഞ്ഞു അപരിചിതനാണെന്ന്? ഇത്രയൊക്കെ പോരെ പരിചയം? ഓൾറെഡി പ്രൊപ്പോസൽ വരെയായി. എന്നിട്ടും എന്താ, പേടിയുണ്ടോ? അല്ല, ആരെയാ പേടിക്കുന്നേ? അമ്മയോ? അമ്മയും മുത്തശ്ശനെയും ചേച്ചിയും ഒക്കെ പേടിയാ. സിറ്റുവേഷൻ പറഞ്ഞ അവർക്ക് മനസ്സിലാവില്ലേ? ടയർ പഞ്ചറായത് ഇപ്പൊ നമ്മുടെ കുറ്റം കൊണ്ടല്ലോ. പരിസരത്ത് ഹെൽപ്പിന് പോലും ഒരാളെ കിട്ടാത്തത് നമ്മുടെ മിസ്റ്റേക്ക് അല്ലല്ലോ. പിന്നെ കാറും ഇതുപോലത്തെ റോഡും ഒക്കെ ആവുമ്പോ ഇതൊക്കെ ക്വൈറ്റ് നാച്ചുറൽ. എന്റെ സാറേ, എനിക്കിതൊക്കെ മനസ്സിലാവും. പക്ഷെ വീട്ടില് ഒരു പെൺകുട്ടി ഇങ്ങനെ ഒരിടത്ത് പെട്ടുവെന്നറിഞ്ഞ അവിടെ ഇരിക്കുന്നവരത് ശരിയായ സെൻസിൽ ഉൾക്കൊള്ളണമെന്നില്ല. ഇപ്പൊ എന്താ തന്റെ ടെൻഷൻ? അമ്മയെ പറഞ്ഞ് കൺവിൻസ് ചെയ്യണം, അത്രയല്ലേ ഉള്ളൂ. അത് ഞാൻ ഏറ്റു. അമ്മയോ? അതിന് എന്റെ അമ്മയെ ഋഷി സാറിന് അറിയോ? പിന്നെ എന്നെ പറ്റി എന്താ വിചാരിച്ചേ? ജസ്റ്റ് 2 minutes, ഐ ക്യാൻ മാനേജ്. അല്ല, എന്റെ അമ്മയാണെന്ന് പറഞ്ഞ് ഇയാൾ ആരെയായിരിക്കും വിളിക്കുന്നത്? ഇനി ചേച്ചി എങ്ങാനും ആണോ? ഹലോ. ഹലോ ആന്റി, ഞാൻ ഋഷിയ. മനസ്സിലായില്ലേ? അന്ന് എന്റെ വീട്ടിൽ വന്നപ്പോ നമ്പർ തന്നില്ലേ? ഋഷി തന്നെ. ആന്റിയുടെ മോളിപ്പോ എന്റെ കൂടെ ഉണ്ട്. എന്റെ മോളോ? അവളെങ്ങനെ? ആന്റിക്ക് എന്നെ അങ്ങോട്ട് പിടികിട്ടിയില്ലാന്ന് തോന്നുന്നു. ഞാൻ ഋഷി. മനസ്സിലായി. ആന്റിയുടെ മകൾ ഗോപികയില്ലേ? ഗോപിക എന്നെ ഒരു സൈറ്റ് കാണിക്കാനായിട്ട് കൊണ്ടുവന്നു. ഞങ്ങളിവിടെ ഹിൽ ടോപ്പിനടുത്ത് എത്തിയപ്പോ കാറിന്റെ ടയർ പഞ്ചറായി പോയി. ശരിക്കും പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഈ പരിസരത്തൊന്നും ഒരു മനുഷ്യക്കുഞ്ഞു പോലുമില്ല. ശരിക്കും ഒരു റിമോട്ട് പ്ലേസ്. മനസ്സിലായി. എന്റെ മോൾ എന്നോടൊപ്പം തന്നെയുണ്ട്. അത് എന്റെ മോളൊന്നും അല്ലടാ പൊട്ട. പക്ഷേ ഇപ്പൊ അത് പറയണോ? വേണ്ട. ഋഷി സാറിന്റെ കൂടെയല്ലേ, പിന്നെ എന്തിനാ പേടിക്കുന്നേ? എനിക്ക് പേടിയൊന്നുമില്ല. മോൻ സൗകര്യം പോലെ ഇങ്ങോട്ട് കൊണ്ടുവിട്ടാ മതി. അല്ലാന്റി, താഴെന്ന് പഞ്ചറിന്റെ ആളെ വിളിച്ച് ടയർ ശരിയാക്കി അവിടെ എത്തുമ്പോഴേക്കും കുറച്ച് ലേറ്റ് ആവും. ഇവിടെ ഗോപിക അമ്മ വഴക്ക് പറയുന്നു പറഞ്ഞ് പേടിച്ചിരിക്കുക. അതാ ഒന്ന് വിളിച്ചു പറഞ്ഞത്. ഓക്കെ, താങ്ക് യു ആന്റി. അയ്യോ, ഇനി അവിടെ എന്തൊക്കെ നടക്കും? നേരം വൈകി വരുന്നു. അവര് രാത്രിയിൽ അവിടെ പെട്ട? അയ്യോ, അവിടെ പലതും നടക്കും. തടയാൻ എന്താ ഒരു മാർഗം? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.